ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിൽ 600 നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 601 നാമം. ഓം ധരാന്തോളിത ദീർഘാക്ഷ്യൈ നമ. ധരാന്തോളിതമായ ദീർഘനയനങ്ങളോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ ധരം എന്ന് പറഞ്ഞാൽ അല്പം അല്ലെങ്കിൽ ഈഷത് എന്നൊക്കെയാണ്. ആന്തോളിതം എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെയാണ്. ചഞ്ചല നയനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ലാവണ്യധാമമായ ദേവിയുടെ കണ്ണുകൾ അത്യന്തം മോഹനങ്ങളാണെന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ധരം ഭയം എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഭയം എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ആന്തോളിതം ആട്ടി അകറ്റപ്പെടുന്നത് എന്ന് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഭയത്തെ ആട്ടി അകറ്റുന്ന കണ്ണുകളോട് കൂടിയവൾ എന്നുള്ള അർത്ഥത്തിലും ആ നാമത്തെ എടുക്കാം. ഇനി ഭയങ്കരമായി ഇളകുന്ന ദീർഘനയനങ്ങൾ എന്ന വിശേഷത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ദാരികനെ വധിക്കുമ്പോഴും ഭണ്ഡാസുരനെ നിഗ്രഹിക്കുമ്പോഴും ദേവിയുടെ നയനങ്ങൾ ഭീഷണമായി ഇളകി മറിയുന്നു എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഭീമകാന്തം, അതായത് ഒരേ സമയം ഭീതിതവും മനോഹരവുമായ കണ്ണുകളോട് കൂടിയവളാണ് ദേവി എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 602 നാമം. ഓം ധരഹാസോജ്വലോന്മുഖ്യൈ നമ. മന്ദസ്മേരം കൊണ്ട് ഉജ്ജ്വലിപ്പിക്കുന്ന മുഖത്തോടു കൂടിയവൾ. ഇവിടെയും ധരത്തിന് ഭയങ്കരം എന്നുള്ള അർത്ഥം എടുക്കാം. ഇപ്പോൾ സിംഹാട്ടഹാസം മുഴക്കി ദാരികനെ വധിക്കാൻ നിൽക്കുന്ന ദേവിയുടെ മുഖം ഭീതിതമായ ചിരിയോട് കൂടിയിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അനുഗ്രഹദക്ഷവും ദുഷ്ടനിഗ്രഹത്തിൽ വ്യഗ്രവുമായിട്ടുള്ള ദേവിയുടെ മുഖഭാവത്തെ ഒരേ മന്ത്രം കൊണ്ട് വെളിവാക്കുന്നു എന്നാണ് ഇവിടെ ഉള്ള പ്രത്യേകത. ഇനി 603 നാമം. ഓം ഗുരുമൂർത്തിയൈ നമ. ഗുരുവായ അല്ലെങ്കിൽ ഉഗ്രമായ മൂർത്തിയോട് കൂടിയവൾ. ഗുരു തന്നെ മൂർത്തി എടുത്തവൾ എന്നൊക്കെ നാമത്തിനർത്ഥമായിട്ട് എടുക്കുക. അപ്പോൾ കലം, കുടം, കൂജ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം മണ്ണിൻ്റെ വികാരഭേദം എന്ന് മനസ്സിലാകും പോലെ മന്ത്രം, ദേവത, ഗുരു എന്ന് പറയുമ്പോഴും ഒന്നിൻ്റെ അവസ്ഥാഭേദങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, രു എന്ന് പറഞ്ഞാൽ രോധിക്കുന്നത് എന്നാണ്. അപ്പോൾ ഗുരുമൂർത്തി എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ രോധിക്കുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന തേജോരൂപിണിയാണ് ദേവി എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഗു എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണെന്ന് പറയാറുണ്ട്. രു എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നും അർത്ഥമാകുമ്പോൾ ബ്രഹ്മജ്ഞാന സ്വരൂപിണിയാണെന്നും ഗ്രഹിക്കാം. ഇനി നിത്യഹൃദയത്തിലെ ഗുരുമൂർത്തി എന്നുള്ള നാമത്തിന് സ്വേച്ഛ പോലെ ഏത് രൂപവും ധരിക്കാൻ കഴിയുന്നവൾ എന്നും അർത്ഥം കണ്ടിട്ടുണ്ട്. ഇനി 604 നാമം. ഓം ഗുണനിധയേ നമ. സകല സദ്ഗുണങ്ങളുടെയും ഖനിയായുള്ളവൾ. സത്വരജസ്തമോ ഗുണങ്ങളുടെ സങ്കലന ഫലമായിട്ട് നാനാരൂപം പൂണ്ടവൾ എന്നൊക്കെയാണ്. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ വ്യൂഹം എന്നാണ്. നിധി എന്നുള്ള പദത്തിന് അക്ഷരസംഖ്യ 9 എന്നുള്ളതാണ്. അപ്പോൾ 9 വ്യൂഹങ്ങളോട് കൂടിയവൾ. കാലം, കുലം, നാമം, വിദ്യ, മനസ്സ്, നാദം, ബിന്ദു, കല, ജീവൻ, ഇവയാണ് ആ 9 വ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കാലവ്യൂഹ, കുലവ്യൂഹോ, നാമവ്യൂഹസ്തഥൈവജ, ജ്ഞാനവ്യൂഹസ്തഥാ ചിത്ത വ്യൂഹസ്യാത്തദനന്തരം, നാദവ്യൂഹസ്തഥാ ബിന്ദു വ്യൂഹസ്യാത്തദനന്തരം, കൽപ്പവ്യൂഹസ്തഥാ ജീവ വ്യൂഹസ്യാദി ഇതേ നവ എന്നാണ്. കൽപ്പവ്യൂഹത്തെയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ കല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൽപ്പവ്യൂഹത്തെയാണ്. അപ്പോൾ ഈ 9 വ്യൂഹങ്ങൾക്കും നിധിയായിരിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ഗുണത്തിന് ചരടെന്നുള്ള ഒരർത്ഥമുണ്ട്. അപ്പോൾ പുരാണപ്രകാരം മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാര കാലത്ത് മഹാപ്രളയത്തിൽ ലോകമൊന്നാകെ മുടിയും മുമ്പ് പ്രപഞ്ചത്തിലെ നല്ല വിത്തുകൾ മുഴുവനും
പിന്നെ സപ്തർഷികളെയും ഒരു വലിയ നൗകയിൽ സുരക്ഷിതമാക്കി ഒരു വലിയ വടം കൊണ്ട് നൗകയെയും മഹാമത്സ്യത്തിൻ്റെ ശൃംഗത്തെയും ബന്ധിച്ചു. വരീടിക എന്നുള്ള ആ വടം പൊട്ടിപ്പോകാതിരിക്കാൻ ദേവി അതിൽ തൻ്റെ ശക്തി സന്നിവേശിപ്പിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട് പുരാണങ്ങളിൽ, ഇല്ലേ? അപ്പോൾ ഗുണത്തെ തൻ്റെ ശക്തിയുടെ നിധിയാക്കി തീർത്തു, ആകയാൽ ദേവിയെ ഗുണനിധി എന്ന് വിളിക്കുന്നു എന്നാണ്. അപ്പോൾ വരീടിക എന്നാണ് ആ വടത്തിന്. രികാവതി എന്ന പേരും മത്സ്യപുരാണത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും അങ്ങനെ കാണുന്നുണ്ട്, ഓരോ പുരാണങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇനി 605 നാമം. ഓം ഗോമാതായൈ നമഃ. സുരഭി എന്ന കാമധേനുവായവൾ എന്നാണ്. ഗോ എന്നുള്ള പദത്തിന് കുറേ അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുള്ളതാണ്. വാക്ക്, ബുദ്ധി, സ്വർഗം, നക്ഷത്രവ്യൂഹങ്ങളുടെ രശ്മികൾ, മിന്നൽ, ചന്ദ്രൻ, അതേപോലെ കണ്ണ്, മുടി, ഭൂമി, ദിക്ക്, അസ്ത്രം, വെള്ളം, അഗ്നി, മുഖം, സത്യം, മാർഗം, ഇങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഇവയെല്ലാം അല്ലെങ്കിൽ ഇവയ്ക്കെല്ലാം ദേവിയാണ് മാതാവ് എന്ന് വ്യക്തമാണ്. അങ്ങനെ ദേവി ഗോമാതാവായി എന്നുള്ളതാണ്. ഇനി 606 നാമം. ഓം ഗുഹജന്നഭുവേ നമഃ. ഗുഹന് അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് ജന്മഭൂവായവൾ. ജന്മഭൂവ് എന്ന് പറഞ്ഞാൽ മാതാവ് എന്നാണ്. അപ്പോൾ അവ്യക്തതയ്ക്കും ഗുഹ എന്ന് പറയാറുണ്ട്, ഇല്ലേ? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന ഉദാഹരണം പറയാറുണ്ട്. അപ്പോൾ ഇരുളിൽ തങ്ങുന്നുവല്ലോ പൊരുൾ എന്ന് കുമാരനാശാനും പറഞ്ഞിട്ടുണ്ട്. ഇരുളിൽ തങ്ങുന്നുവല്ലോ പൊരുൾ എന്ന്. അപ്പോൾ അവിദ്യാബന്ധിതരായ ജീവജാലങ്ങളെ ഗുഹ എന്ന പദത്തിന് താല്പര്യാർത്ഥം വെച്ചുകൊണ്ട് തന്നെ കണക്കാക്കുന്നു എന്നാണ്. അപ്പോൾ അവയ്ക്ക് ജനനിയായവൾ ദേവി തന്നെയാണല്ലോ. അപ്പോൾ സൃഷ്ടിജാലങ്ങളെല്ലാം കനലിൽ നിന്നും തീപ്പൊരി ചിതറുന്നത് പോലെ അമ്മയിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ദേവിയെ ഗുഹജന്മഭുവ് എന്ന് വിളിക്കണു എന്ന് പറയണു. ഇനി 607 നാമം. ഓം ദേവേശ്യൈ നമഃ. ദേവന്മാരുടെ ഈശിതാവായുള്ളവൾ. ഈശിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നൊക്കെയാണ് അർത്ഥം. ഇനി 608 നാമം. ഓം ദണ്ഡനീതിസ്ഥായൈ നമഃ. ലോകത്തിൻ്റെ ശിക്ഷാരക്ഷാ നിയമങ്ങളെയാണ് ഇവിടെ ഈഷത് പിഴപറ്റാതെ പുലർത്തിപ്പോരുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദേവിയെ അങ്ങനെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ധാർമ്മിക ജീവിതത്തിന് വേണ്ടിയുള്ള രാജനീതികളിലും നിയമങ്ങളിലും ശിക്ഷാ സമ്പ്രദായങ്ങളിലും സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രം, അർത്ഥശാസ്ത്രം ഒക്കെയല്ലേ. അപ്പോൾ വിത്തിട്ടാൽ ചിലത് അന്ന് തന്നെ മുളയ്ക്കും, ചിലത് അടുത്ത ദിവസം മുളയ്ക്കും, ചിലത് ഒരാണ്ട് കഴിഞ്ഞേ മുളയ്ക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ചേനയൊക്കെ അറിയാതെ മണ്ണിനടിയിലായാലും അത് അടുത്ത വർഷം ആ സമയത്തേ മുളച്ച് പൊന്താറുള്ളൂ, ഇല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ കർമ്മഫലങ്ങളും അതേപോലെ തന്നെയാണ് എന്നാണ്. ചില പ്രവൃത്തിക്ക് ഫലം അപ്പോൾ തന്നെ ലഭിക്കും, ചിലത് അല്പം വൈകും, ചിലത് ജന്മാന്തരങ്ങൾ എടുത്തെന്നും വരാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയാകുന്ന വിത്ത് ഒന്നുപോലും പാഴാവില്ല എന്നാണ്. അപ്പോൾ എല്ലാത്തിനും മുള പൊട്ടും എന്നുള്ളതാണ്. ചിലത് പെട്ടെന്ന്, ചിലത് വൈകി, വേറെ ചിലത് ജന്മങ്ങൾ പിന്നിട്ട ശേഷം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവണുള്ളൂ. അപ്പോൾ ആ സത്യം അറിഞ്ഞിരിക്കുന്ന പൂർവീകര് മനുഷ്യൻ്റെ കർമ്മ പുണ്യപാപങ്ങൾ എന്ന രണ്ട് തട്ടിലാക്കി വകഞ്ഞു നിർത്തി സ്വാർത്ഥമോഹികളായിട്ട് തെറ്റായ മാർഗത്തെ പിന്തുടരുന്നവർ പീഡനങ്ങൾ നേരിടുമ്പോൾ ഈശ്വരനെ പഴിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ ഈശ്വരന് അതിൽ പ്രത്യേകം പങ്കൊന്നും തന്നെയില്ല, ദണ്ഡനീതി നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ദേവി ദണ്ഡനീതിസ്ഥ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്ന് പറയുന്നു. ഇനി 609 നാമം. ഓം ദഹരാകാശരൂപിണ്യൈ നമഃ. ദഹരാകാശത്തിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നവൾ എന്നാണ്. ദഹരം എന്നുള്ളതിന് അല്പമെന്നും ബ്രഹ്മമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഹൃദയാകാശത്തെയാണ് ഈ ദഹരാകാശം എന്ന് പറയാറുള്ളത്, ഇല്ലേ? ചാന്തക്യോപനിഷത്തിൽ പറയുന്നത് ദഹരേസ്മിൻ അന്തരാകാശസ്തസ്മിൻ യദന്ത സ്തധനേഷ്ടവ്യ എന്നാണ്. അപ്പോൾ ബ്രഹ്മനഗരത്തിൽ ഒരു പത്മഗേഹത്തിൽ ഒരു ചെറിയ ആകാശമുണ്ട്, അതിനെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ്
പറഞ്ഞു വെക്കണേത്. ഇനി 610 നാമം. ഓം പ്രതിപന്മുഖ്യരാഗാന്ത തിഥിമണ്ഡലപൂജിതായേ നമഃ. പ്രതിപദം തുടങ്ങി വാവു വരെയുള്ള ദിനാനിത്യ ദേവതകളെ ആരാധിക്കുന്ന ക്രമത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. അപ്പോൾ തിഥി എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ് അർത്ഥം. തിഥി ദേവത എന്ന് പറഞ്ഞാൽ ദിനാനിത്യ ദേവതകൾ. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ദിനാനിത്യ ദേവതകളാൽ ക്രമത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രദീപ എന്ന് പറഞ്ഞാൽ കാമേശ്വരി മുഖ്യം എന്നാണ്. അപ്പോൾ പ്രധാനം. രാഗ എന്ന് പറഞ്ഞാൽ ചിത്രാശക്തി എന്നാണ്. അപ്പോൾ അഥവാ പൗർണമി. അപ്പോൾ രാഗാചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ തിഥി ദിനാനിത്യ ദേവത. അപ്പം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇവിടെ സമൂഹമാണ്. പൂജിത എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൾ. അപ്പോൾ കാമേശ്വരി ആയാലും പ്രധാനമായി ചിത്രാശക്തിയാലും ദിനാനിത്യ ദേവതകളുടെ സമൂഹത്താലും പൂജിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. ഇനി വരാഹപുരാണപ്രകാരം ദിനാനിത്യ ദേവതകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപദത്തിന് അഗ്നി, ദ്വിതീയയ്ക്ക് അശ്വിനികൾ, തൃതീയയ്ക്ക് ഗൗരി, ചതുർത്ഥിക്ക് ഗണപതി, പഞ്ചമിക്ക് നാഗങ്ങൾ, ഷഷ്ടിക്ക് ഷൺമുഖൻ, സപ്തമിക്ക് സൂര്യൻ, അഷ്ടമിക്ക് മാതാക്കൾ, അതേപോലെ നവമിക്ക് ദുർഗ, ദശമിക്ക് ദിക്കുകൾ, ഏകാദശിക്ക് കുബേരൻ, ദ്വാദശിക്ക് വിഷ്ണു, ത്രയോദശിക്ക് യമൻ, ചതുർദശിക്ക് ശിവൻ, പഞ്ചദശിക്ക് ചന്ദ്രൻ. അപ്പോൾ ഇവരാൽ പൂജിക്കപ്പെടുന്നവൾ എന്നും ഒരർത്ഥം ഈ നാമത്തിന് എടുക്കാം എന്നുള്ളതാണ്. ഇനി 611 നാമം. ഓം കലാത്മികായൈ നമഃ. കലാത്മസ്വരൂപിണിയായവൾ എന്നാണ്. അപ്പോൾ കലയ്ക്കും പല വിവക്ഷകളുണ്ട്, അല്ലേ? അഗ്നികല 10, അപ്പോൾ സൂര്യകല 12, ചന്ദ്രകല 16. അപ്പോൾ ഭൗതിക കലകൾ 64. അപ്പോൾ ഇവയ്ക്ക് മുഴുവൻ ആന്തരശക്തിയായിട്ട് വിളങ്ങുന്നത് ദേവിയാകയാൽ ദേവിയെ കലാത്മിക എന്ന് വിളിക്കണു എന്നാണ് പറയണേ. അപ്പോൾ ഇതുകൂടാതെ ജാഗ്രസ്ഥാവസ്ഥയിൽ 4 കലകളുണ്ട് എന്നാണ് പറയുന്നത്. സ്വപ്നാവസ്ഥയിൽ 4 കലകൾ, സുഷുപ്ത്യാവസ്ഥയിൽ 4 കലകൾ, തുരീയാവസ്ഥയിൽ 4 കലകൾ. അപ്പോൾ ഇവയെ കാമകല എന്ന് വിളിക്കണു എന്ന് പറയുന്നു. അപ്പോൾ വേറെയും കലകളുണ്ട്. ഇപ്പോൾ ശ്രീവിദ്യയിൽ ബിന്ദുകല, അർദ്ധചന്ദ്രകല, അതേപോലെ രോധിനി കല, അങ്ങനെ 3 കലകളുണ്ട്. ജാഗ്രതാവസ്ഥയിലെ കലകൾ എന്ന് പറഞ്ഞാൽ ഉദ്ധാനം, അതായത് എഴുന്നേൽക്കൽ, ജാഗ്രത ഉണർന്നിരിക്കൽ, ബോധം അതായത് മനോവൃത്തി, ഈ വ്യാപാരം അതായത് വ്യാപരിക്കൽ തുടങ്ങിയവയൊക്കെയാണ്. സ്വപ്നാവസ്ഥയിലെ കലകൾ എന്ന് പറഞ്ഞാൽ ഇച്ഛ, ഭ്രമം, വിചാരം, വിഷയാസക്തി തുടങ്ങിയിട്ടുള്ളതാണ്. സുഷുപ്ത്യാവസ്ഥയിലെ 4 കലകൾ എന്ന് പറഞ്ഞാൽ മരണം, മറവി, അവേദ്യത്വം അതായത് അറിയാതിരിക്കൽ, ഇനി അന്ധനിദ്ര തുടങ്ങിയവയാണ്. അപ്പോൾ ഈ സുഷുപ്തിയിൽ ഒരുതരം മരണം തന്നെയാകയാൽ അതിനെ ദൈനംദിന പ്രളയം എന്നും പറയാറുണ്ട് എന്ന് മാത്രം. ഇനി തുരീയാവസ്ഥയിലെ കലകൾ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, മോക്ഷേച്ഛ, അതേപോലെ നിത്യാനിത്യ വിവേകം, സമാധി തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവയെല്ലാം ദേവിയുടെ ശക്തിയിൽ ഒതുങ്ങുന്നത് കൊണ്ട് ദേവിയെ കലാത്മിക എന്ന് വിളിക്കണു എന്നാണ്. ഇനി 612 നാമം. ഓം കലാനാഥായൈ നമഃ. കലകൾക്കെല്ലാം നാഥയായവൾ എന്നാണ്. അപ്പോൾ കലകൾ മുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്. അപ്പോൾ കലാനാഥൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ശ്രീചക്രത്തിലുമുണ്ടല്ലോ ഈ ചന്ദ്രമണ്ഡലം. അപ്പോൾ അതിന് നാഥയായവൾ എന്നുള്ള അർത്ഥത്തിലെടുക്കാം. ഇനി 613 നാമം. ഓം കാവ്യാലാപവിനോദിന്യൈ നമഃ. കാവ്യങ്ങൾ ആലപിച്ച് കേൾക്കുന്നതിൽ വിനോദിക്കുന്നവൾ എന്നാണ്. ഇപ്പോൾ രാമായണം, ഭാരതം, ഭാഗവതം, ദേവി മഹാത്മ്യം തുടങ്ങിയിട്ടുള്ള വിശിഷ്ട കാവ്യ പുരാണ ഇതിഹാസങ്ങൾ പാരായണം ചെയ്ത് കേൾക്കുന്നതിൽ ആനന്ദിക്കുന്നവളാണ് ദേവി എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. ഇനി 614 നാമം. സ ചാമരരമാവാണി സവ്യദക്ഷിണ സേവിതായൈ നമഃ. ചാമരമെടുത്ത ലക്ഷ്മീദേവി ഇടതുവശത്തും ചാമരമെടുത്ത സരസ്വതീദേവി വലതുവശത്തും നിന്ന് പരിസേവിക്കുന്നതാരെയാ ആ ശക്തിസ്വരൂപിണി എന്നാണ് അർത്ഥം. അപ്പം സവ്യ എന്ന് പറഞ്ഞാൽ ഇടത്ത്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത്ത്.
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പല ആളുകളും നാമം ജപിക്കുമ്പോൾ സജാമര രമാവാണി അങ്ങനെ ജപിക്കാറുണ്ട്. അത് നമുക്കത് അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടാത്തൊരു നാമമാണ്. ചാമര രമാവാണി എന്ന് തന്നെ വായിക്കണം, എന്നാലേ ആ നാമത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വരികയുള്ളൂ എന്നുള്ളതുകൊണ്ട് സജാമര രമാവാണി എന്ന് വായിക്കാണ്ട് ചാമര രമാവാണി എന്ന് പ്രത്യേകം പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി 615 നാമം ഓം ആദിശക്തിയേ നമഃ. പ്രപഞ്ചകാരണമായ ആദിപരാശക്തി എന്നാണ്. അപ്പം ആദി എന്ന് പറഞ്ഞാൽ കാരണവസ്തുവാണ് അല്ലേ. സകല ജഗത്തും ദേവിയിൽ നിന്ന് ഉദ്ഭവിച്ച് ദേവിയിൽ നിലനിന്ന് ദേവിയിൽ തന്നെ ലയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേവി കാരണവസ്തുവും ജഗത്ത് കാര്യരൂപവും ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാര്യരൂപം കാരണത്തിൽ ലയിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി 616 നാമം ഓം അമേയായൈ നമഃ. അളക്കാനാവാത്തവൾ എന്നാണ്. മേയം എന്ന് പറഞ്ഞാൽ അളന്ന് അറിയാവുന്നതാണ്. അമേയം എന്ന് പറഞ്ഞത് ഇത്രയെന്ന് ഒരു പ്രകാരത്തിലും നിർണ്ണയിക്കാൻ സാധിക്കാത്തത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ബ്രഹ്മാണ്ട കടാഹങ്ങൾ ഇത്രയെന്ന് ഇന്നോളം ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ബ്രഹ്മാണ്ട കടാഹങ്ങൾക്ക് മുഴുവൻ കാരണവസ്തുവായി നിലകൊള്ളുന്ന ദേവിയെ എങ്ങനെയാണ് പിന്നെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുക? അതുകൊണ്ട് ദേവി അമേയയായി പരിഗണിക്കപ്പെടുന്നു എന്നാണ്. ഇത് ലിംഗപുരാണത്തിൽ ഇതിനെപ്പറ്റി പറയണത് സ്വർഗപാതാള ലോകാന്ത ബ്രഹ്മാണ്ട വരണാഷ്ടകേ മേയം സർവ മുമാരൂപം മാതാ ദേവോ മഹേശ്വര. സ്വർഗപാതാളാദി ബ്രഹ്മാണ്ടത്തിൻ്റെ 8 ലോകങ്ങളിൽ ഏതെന്നൊക്കെ അളക്കാൻ കഴിയുമോ അതെല്ലാം ദേവി തന്നെയാണ് എന്നാണ്. അപ്പോൾ അളക്കുവാൻ കഴിയുന്ന ആളാകട്ടെ മഹേശ്വരനാണ് എന്നും അതിൽ പറഞ്ഞു വയ്ക്കണം. ഇനി 617 നാമം ഓം ആത്മായൈ നമഃ. ആത്മസ്വരൂപമായുള്ളവൾ എന്നാണ്. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും തന്നെയാണ് എന്നുള്ളതാണ്. ജീവോ ബ്രഹ്മൈവ ന പരാ എന്നാണ്. അപ്പോൾ അത് ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തത്വമാണ്. അപ്പോൾ ആത്മാ എന്നുള്ള പദത്തിന് ബ്രഹ്മം, ശരീരം, മനസ്സ്, ബുദ്ധി, പ്രകൃതി, സ്ഥൈര്യം എന്നൊക്കെ സന്ദർഭാനുസരണം നമ്മൾ അർത്ഥം എടുക്കാറുണ്ട്. അപ്പോൾ അവസ്ഥാഭേദമനുസരിച്ച് ആ നിലയിലൊക്കെ ദേവി വ്യവഹരിക്കപ്പെടുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ലിംഗപുരാണത്തിൽ പറയുന്നത് അഗ്നിയിലെ സ്ഫുലിംഗങ്ങൾ പോലെ ജീവാത്മാക്കൾ പരമാത്മാവായ ശിവനിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശിവപുരാണത്തിൽ പറയണു ശിവൻ്റെ പരമമായ 8ാമത്തെ ശരീരത്തെ ആത്മാ എന്ന് വിളിക്കുന്നു എന്ന് പറയണു. അത് മറ്റേഴിനെയും വ്യാപനം ചെയ്തിരിക്കുന്നതിനാൽ ശിവൻ തന്നെയാകുന്നു പ്രപഞ്ചം എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി വസിഷ്ഠൻ പറയുന്നത് വേറൊരു രീതിയിലാണ്. ജീവൻ ധരിച്ച എല്ലാ ജീവികളുടെയും ശരീരം ദേവിയുടെ രൂപമാകുന്നു. എല്ലാ ജീവന്മാരും ശിവന്റെ അംശങ്ങളാകുന്നു. ഗൗരീ രൂപാണി സർവാണി ശരീരാണി ശരീരിണാം ശരീരിണാസ്തഥാ സർവേശാങ്കരം ച വ്യവസ്ഥിതാന്നാണ് വസിഷ്ഠൻ മഹർഷി പറഞ്ഞിട്ടുള്ളത്. ഇനി 618 നാമം ഓം പരമായൈ നമഃ. പരം മാതി എന്ന് പറഞ്ഞാൽ പരത്തെ അളക്കുക, ആ അർത്ഥത്തിലാണ് പരമ എന്നുള്ള നാമം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്, അത് അജമാണ്, അഖണ്ഡമാണ്. ആ അജവും അഖണ്ഡവുമായ ബ്രഹ്മത്തെ സ്വരൂപമാക്കി പരിച്ഛിന്നമാക്കി ജനിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന ശക്തിയാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ പരിച്ഛിന്നമായത് അളവിന് വിധേയമാണ് എന്നാണ്. അങ്ങനെ പരത്തെ അളന്നിരിക്കുന്നവളാണ് പരമ. പര അധികം മാ പരമ. പരൻ ശിവൻ, മാ ലക്ഷ്മി. അപ്പോൾ ശിവൻ്റെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വിഭൂതി. അപ്പോൾ ശിവൻ്റെ വിഭൂതിയായിരിക്കുന്നവളാണ് ദേവി എന്നാണ് അവിടെ നാമത്തിനർത്ഥം പറഞ്ഞത്. അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ 4 രൂപങ്ങളായ പുരുഷൻ, അവ്യക്തം, വ്യക്തം, കാലം, ഇവ 4നെയും അതിക്രമിച്ച് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതിക്രമിച്ച് നിൽക്കുന്നവളാണ് ദേവി എന്നുള്ളതാണ്. ഇനി 619 നാമം ഓം പാവനാകൃതിയൈ നമഃ. പവിത്രമായ ആകാരത്തോടു കൂടിയവൾ എന്നാണ്. ആകൃതി എന്ന് പറഞ്ഞാൽ രൂപം. അപ്പോൾ
ജ്ഞാനമെന്നും പറയാറുണ്ട്. അപ്പോൾ ദേവിയുടെ രൂപം കാണുന്നതും ദേവിയെ കീർത്തിക്കുന്നതും മനസ്സിന് നൈർമല്യവും ജ്ഞാനവും ഉണർത്തുന്നതാണ്. യജ്ഞവാക്യ സ്മൃതിയിൽ ഇതിനെപ്പറ്റി പറയണത് ഭൂതാത്മന സ്തപോ വിദ്യേ ബുദ്ധിർജ്ഞാനം വിശോധനം ക്ഷേത്രജ്ഞസ്യേശ്വരജ്ഞാനാത് വിശുദ്ധി പരമാമത. ഭൂതാത്മാവിന് ജീവാത്മാവായ സംസാരിക്ക് തപസ്സും വിദ്യയും ബുദ്ധിയെ ശുദ്ധീകരിക്കാനും ജ്ഞാനമനോബുദ്ധീന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും പരമമായി സഹായകമാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് എന്നാണ്. ഇനി 620 നാമം. ഓം അനേക കോടി ബ്രഹ്മാണ്ട ജനന്യൈ നമ. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അമ്മയാണ് എന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ സകലതും, അതായത് മുട്ടയുടെ ആകൃതിയിലാണ് എന്നുള്ളതാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങി പരമാണു വരെ അണ്ഡാകൃതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ പരമാണു സംഘാതം പല ആകൃതി കൈക്കൊള്ളുന്നു എന്നാണ്. ബീജാംശത്തിലെ എല്ലാം മുട്ട പോലെ തന്നെയാണ് ബ്രഹ്മാണ്ടങ്ങൾ അനേക കോടിയുണ്ടെന്ന് ഋഷിമാർ പറയുന്നു. അതേപോലെ ആധുനിക ശാസ്ത്രവും അത് ഏറെക്കുറെ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഭൂഗോളം, ചന്ദ്രഗോളം, സൂര്യഗോളം, ബ്രഹ്മാണ്ടം എന്നീ പദങ്ങളുണ്ടായിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ ഭാരതീയ ഋഷിമാരുടെ പ്രപഞ്ചാപഗ്രഥന വൈഭവത്തിൻ്റെ മികച്ച നിദർശനങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി വിരാട് പുരുഷൻ്റെ അമ്മ എന്നാണ്. അതായത് സ്ഥൂല ശരീരങ്ങൾ. സ്വരാട്ടിൻ്റെ സൂക്ഷ്മ ശരീരങ്ങൾ അമ്മയാണ്. സാമ്രാട്ടിൻ്റെ, അതായത് കാരണ ശരീരങ്ങൾ അവ്യക്തം, അതിൻ്റെ അമ്മയാണ്. ഷോഡശ വികാരങ്ങളോടുകൂടിയ പ്രപഞ്ചപുരുഷനാണ് വിരാട് എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയാണല്ലോ ഈ ഷോഡശ വികാരങ്ങൾ എന്ന് പറയണത്. അപ്പോൾ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ ലിംഗശരീരമാണ് താൻ എന്നഭിമാനിക്കുന്ന ശക്തിയാണ് സ്വരാട് എന്ന് പറയുന്നത്. അപ്പോൾ വിരാട് പുരുഷനും സ്വരാട് പുരുഷനും കാരണമായതാണ് ഈ സാമ്രാട്ട് എന്ന് പറയുന്നത്. സാമാന്യേന വിരാടാത്മാ ബ്രഹ്മാണ്ടാമഭിമന്യതേ സ്വരാട് സ്വരൂപമുഭയം സാമ്രാടിത്യ ബ്രവീച്ഛുതി എന്നാണ്. അപ്പോൾ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്കും അതിദേവതകളാണ് മേൽപ്പറഞ്ഞ വിരാടപുരുഷനും അതേപോലെ സ്വരാട് പുരുഷനും. അപ്പോൾ അവർ രണ്ടും ചേർന്നതാണ് സാമ്രാട്ട് പുരുഷൻ. അവർക്ക് ജനനിയാണ് ദേവി എന്നൊക്കെയാണ് നാമത്തിനർത്ഥമായിട്ട് പറഞ്ഞത്. ഇനി 621 നാമം. ഓം ദിവ്യവിഗ്രഹായൈ നമ. ദിവ്യമായ ശരീരത്തോടു കൂടിയവൾ. മറ്റൊരു രീതിയിൽ ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദിവ്യം എന്ന് പറഞ്ഞാൽ ദ്യോവിനോട് അല്ലെങ്കിൽ ആകാശത്തോട് ബന്ധപ്പെട്ടത് എന്നാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഭൂസ്പർശമില്ലാതെ ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്തവൾ എന്നുള്ള അർത്ഥം മാർക്കണ്ഡേയ പുരാണത്തിൽ ദേവി ആകാശത്ത് നിന്ന് അസുരന്മാരെ യുദ്ധം ചെയ്തൊടുക്കി എന്നൊക്കെ വർണ്ണിക്കുന്നില്ലേ. തത്രാഭിസ നിരാധാര യുയുധേതേന ചണ്ഡിക. മായാവികളായിട്ടുള്ള അസുരന്മാർക്ക് ഭൂമിയും ആകാശവും ഒരുപോലെ സ്വാധീനമാകൊണ്ട് അവരെ ആകാശയുദ്ധത്തിനാണ് വിരുദ്ധന്മാർ എന്നാണ് പറയണത്. അപ്പോൾ അവരെ എടുക്കാൻ ദേവിയും ആകാശസ്ഥിതിയായി, അതായത് നിരാധാരയായി യുദ്ധം ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ ദേവി ദിവ്യവിഗ്രഹയായി തീർന്നു. ഇനി 622 നാമം. ഓം ക്ലീംകാര്യൈ നമ. ക്ലീംകാരത്തെ സൃഷ്ടിച്ചവൾ എന്നാണ്. ക്ലീം എന്ന് പറഞ്ഞാൽ കാമബീജ മന്ത്രമാണ് അല്ലേ. അപ്പോൾ ക്ലീം എന്ന നാമത്തോട് കൂടിയവൾ എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്ലീംകാരൻ എന്ന് പറഞ്ഞാൽ കാമേശ്വരനാണ്. അങ്ങനെ കാമേശ്വര ഭഗ്നി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്ലീം എന്നത് മന്ത്രാക്ഷരമാണ്. ആ മന്ത്രാക്ഷരത്തിൻ്റെ സൃഷ്ടാവാണ് ദേവി എന്ന് മനസ്സിലാക്കാം. ഇനി 623 നാമം. ഓം കേവലായൈ നമ. യാതൊരു വിശേഷണങ്ങളുമില്ലാതെ പരിപൂർണയായി തനിമയായി ഇരിക്കുന്നവൾ എന്നാണ്. അപ്പം സജാതീയ വിജാതീയ സ്വഗതഭേദശൂന്യ. സജാതീയമായിട്ടോ വിജാതീയമായിട്ടോ സ്വകീയമായിട്ടോ യാതൊരു മാറ്റങ്ങളും ഏശാത്തവളാണ് കേവല.
ഇപ്പം കേവല ജ്ഞാനരൂപിണി എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ കേവല ജ്ഞാനം എന്ന് പറഞ്ഞാലും ബ്രഹ്മജ്ഞാനമാണ് അല്ലേ. അപ്പം ആദ്യത്തെ നാമത്തിലെ ക്ലി എന്ന പദത്തെ നമുക്ക് ക്ലിക്ക് അധികം ഇലു അധികം ഈം എന്ന് തിരിക്കുകയാണെങ്കിൽ അതിൽ ഈം എന്നത് കാമകല എന്നറിയപ്പെടണമെന്നാണ്. അപ്പോൾ കാമബീജം എന്നും കാമകല എന്നും പറയുമ്പോൾ യഥാക്രമം സംസാരത്തെയും മോക്ഷത്തെയുമാണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ധർമാർത്ഥ കാമങ്ങൾ കാമബീജത്താലും മോക്ഷം കാമകലയാലും ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തുരീയാവസ്ഥയാണ് ഈ കാമകല എന്ന് പറയുന്നത്. അതിനെ കേവല എന്ന് പറയുന്നു എന്ന് അർത്ഥാക്കി എടുക്കേണ്ടത്. ഇനി 624 നാമം. ഓം ഗുഹ്യായേ നമഃ. ഗോപ്യമായിട്ട് അറിയപ്പെടേണ്ടവൾ എന്നാണ്. ഗുഹയിൽ ഒളിപ്പിക്കപ്പെട്ടവൾ. ഗോപ്യ ഹൃദയഗുഹയാണ് ഇവിടുത്തെ ഗുഹ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രഹസ്യമായ ഉപാസനാവിധികളിലൂടെ അറിയപ്പെടേണ്ടവളാണ് ദേവി എന്നാണ്. രഹസ്യം എന്നുള്ളത് കൊണ്ട് ദുർമന്ത്രവാദം പോലെയുള്ള ഒരു അനുഷ്ഠാനമല്ല ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകാന്തമായി സ്വാത്മസമർപ്പണത്തോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന ഉപാസന എന്നേ അതിനർത്ഥമായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനി 625 നാമം. ഓം കൈവല്യപദദായിന്യേ നമഃ. മോക്ഷപദത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ്. കൈവല്യപദം എന്ന് പറഞ്ഞാൽ മോക്ഷപദമാണ്. അപ്പോൾ കൈവല്യത്തിന് 5 എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ പദം, അവസ്ഥ, തുരീയത്തിനും അപ്പുറമുള്ള 5ാമത്തെ അവസ്ഥയെ അല്ലെങ്കിൽ പദവിയെ നൽകുന്നവൾ എന്നുള്ള അർത്ഥത്തിലും ഈ നാമം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യങ്ങൾക്കും അപ്പുറമുള്ള അവസ്ഥയെ കൈവല്യം പ്രദാനം ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥം എടുക്കാം. ഇനി സാലോക്യം ഉപാസിക്കുന്ന ദേവതയുടെ ലോകത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. സാരൂപ്യം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അഭിന്നയായി ദേവതയെ ധ്യാനിച്ച് സദൃശമായിട്ടുള്ള ഗുണങ്ങളോടെ ദേവതയ്ക്ക് തുല്യമായി തീരുക എന്നുള്ളതാണ്. സാമീപ്യം എന്ന് പറഞ്ഞാലോ ശുദ്ധ ബ്രഹ്മചര്യത്തോടെ ദേവതയെ വിധിപ്രകാരം ധ്യാനിക്കുന്നതിലൂടെ പ്രാപിക്കുന്ന അവസ്ഥയെയാണ് സാമീപ്യം എന്ന് പറയുന്നത്. അവിടുത്തെ സമീപത്തിൽ സദാ വർത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. സായുജ്യം എന്ന് പറഞ്ഞാൽ ഉപാസകനും ഉപാസ്യ ദേവതയും തമ്മിൽ ഐക്യം പ്രാപിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ വ്യതിരിക്ത ഭാവം നഷ്ടമാകുന്നു എന്നുള്ളതാണ്. സഗുണേശ്വര സാക്ഷാത്കാരം ഇത് തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ കൈവല്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ നേടുന്നതും നിത്യമായുള്ളതും ആത്മാവിനെ ശുദ്ധബോധ സ്വരൂപമായി അറിയുന്നതുമായിട്ടുള്ള അവസ്ഥയെയാണ് കൈവല്യം എന്ന് പറയുന്നത്. ഇനി 626 നാമം. ഓം ത്രിപുരായൈ നമഃ. 3നും മുൻപേയുള്ളവൾ എന്നാണ്. ത്രിമൂർത്തികൾക്ക് മുമ്പേയുള്ളവൾ എന്ന് ത്രിപുരാനാമത്തിൽ അർത്ഥമുണ്ട്. മൂർത്തിത്രയസ്യാപി പുരാതനത്വാത് തദംബികായാ ത്രിപുരേതി നാമ. അതുമാത്രമല്ല, ഗൗഡപാദാചാര്യരുടെ അഭിപ്രായത്തിലെ തത്വപ്രയേണ ഭിത ഒരേ തത്വം 3ആയി പിരിഞ്ഞതുകൊണ്ട് ആ തത്വസ്വരൂപിണിയാണ് ത്രിപുര എന്ന് വിളിക്കുന്നു എന്ന്. ഓങ്കാരമായ ഒരു 3ആയി പിരിഞ്ഞുടനെ എന്ന് എഴുത്തച്ഛനും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇടാ പിങ്ങള സുഷ്മനാ നാഡികൾക്കും മനസ്സ്, ചിത്തം, ബുദ്ധി തുടങ്ങിയ അന്ധക്കരണങ്ങൾക്കും, അതായത് അഹങ്കാരം ഒഴിച്ച് ത്രിപുര എന്ന് ഞങ്ങൾ പറയുന്നു, അവയിൽ വസിക്കുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥമായിട്ട് എടുക്കുക. അപ്പോൾ ത്രിപുരാർണവത്തിൽ പറയുന്നത് വേറെ രീതിയിലാണ്. നാഡീത്രയം തുത്രീപുര സുഷുമ്നാ പിങ്കളായിട മനോബുദ്ധിസ്ഥാ ചിത്തം പുരത്രയമുദാഹൃതം തത്ര തത്ര വസത്യേഷ തസ്മാതു ത്രിപുരാമാത എന്നാണ്. അപ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം തുടങ്ങിയിട്ടുള്ള ശരീരോപാധികൾക്കും ത്രിപുര എന്ന് പറയാമെന്നാണ്. ആ ത്രിപുരങ്ങളോട് കൂടിയവൾ എന്നുള്ള അർത്ഥത്തിലും ദേവി ത്രിപുര തന്നെയാണ് എന്നാണ്. ഈ ത്രികോണാത്മകമായ സകലത്തിലും ദേവി വിരാജിക്കുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ദേവാനാം ത്രിതയം ത്രയീഹുതഭുജാം ശക്തിത്രയം ത്രിസ്വര ത്രൈലോക്യം ത്രിപുരീ ത്രിപുഷ്കര മത ത്രിബ്രഹ്മാവർണാസ്ത്രയ യത്കിഞ്ചിജ്ഞാ ഗതി ത്രിധായമിതം വസ്തു ത്രിവർണാത്മകം തത്സർവം ത്രിപുരേതി നാമ ഭഗവത്യാന്വേദിതേ തത്വതാ എന്നാണ്.
അപ്പോൾ ത്രിമൂർത്തികൾ, വേദത്രയം, ത്രിയാഗ്നികൾ, ശക്തിത്രയം, അതായത് മന്ത്ര ശക്തി, പ്രഭുശക്തി, ഉത്സാഹശക്തി തുടങ്ങിയവ. അപ്പോൾ ത്രിലോകങ്ങൾ, ത്രിപുരങ്ങൾ, അതായത് ഇന്ദ്രപുരം, യമപുരം, ചന്ദ്രപുരം. ഏഷണത്രയം, ആരേഷണ, പുത്രേഷണ, വിത്തേഷണ. ഇനി ശരീരത്രയം, സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾ. ഇവയ്ക്കെല്ലാം അധിഷ്ഠാന ശക്തി ദേവിയാകയാൽ ദേവിയെ ത്രിപുര എന്ന് വിളിക്കുന്നു എന്ന് പറയണം. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ഒരു സങ്കല്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ത്രിപുരത്തിൽപ്പെടാവുന്നത് തന്നെയാണ് അതും. അപ്പോൾ ലഘുസ്തവത്തിൽ ത്രിപുര പരമാശക്തി എന്ന് പറയുന്നതാണ്. പരാശക്തി ത്രിപുര തന്നെയാണ് എന്നുള്ളതാണ്. ഈ നാമത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ സർഗം ഇവിടെ നിർത്താം. അടുത്ത നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവിലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഓം